റഷ്യയും ചൈനയുമായി അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധ ചർച്ച നടത്താൻ തീരുമാനിച്ച വിവരം പുറത്തു വന്നു. ഇത് എത്രത്തോളം റഷ്യയും ചൈനയും അംഗീകരിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നത് ട്രംപ് നേരിട്ട് തന്നെ ഇത്തരം ഒരു സമാധാന ശ്രമത്തിന്റെ ഭാഗമായുള്ള ചർച്ച റഷ്യയുമായും ചൈനയുമായും നടത്തുന്നു എന്നതാണ്. ആണവായുധ കരാറുമായി ബന്ധപ്പെട്ടും ആയുധ കൈമാറ്റ കരാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യവസ്ഥ റഷ്യയും ചൈനയുമായി മുമ്പേ ഉണ്ടായിരുന്നു. എന്നാൽ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ വ്യവസ്ഥ അമേരിക്ക പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് റഷ്യ കരാറിൽ നിന്ന് പിന്മാറി. അതോടുകൂടി ആണവായുധ കരാർ വ്യവസ്ഥ നിലനിൽക്കാതെയായി. പിന്നീട് നൽകുന്നതും കൊടുക്കുന്നതുമായ കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം അമേരിക്കക്ക് നടത്താൻ പറ്റാത്ത സ്ഥിതി വിശേഷവും വന്നു. 2020 ഈ കരാർ വ്യവസ്ഥ പുനരാലോചന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് റഷ്യ അംഗീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് യുദ്ധത്തിന് ശേഷമാണ് എന്നും യുദ്ധത്തിന് മുൻപാണ് എന്നുള്ള രണ്ട് അഭിപ്രായം പുറത്തു വരുന്നു. ദീർഘദൂര മിസൈലുമായി ബന്ധപ്പെട്ട കാര്യവും ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആണവായുധം, ദീർഘദൂര മിസൈല്, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രങ്ങൾക്ക് യുദ്ധായുധങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആയുധ വിൽപ്പനയാണ് അതിൽ പറയുന്നത്. ഇത് ഇന്ന കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഇന്ന ആയുധങ്ങൾ മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വ്യവസ്ഥയൊന്നും നിലനിൽക്കുന്നില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ലോക സൈനിക ബലത്തിൽ അമേരിക്കയും ഫ്രാൻസ്, ഇറ്റലി പോലെയുള്ള 3-4 രാജ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ചൈനക്കാൾ സ്ഥാനം 5-ാം സ്ഥാനോ 4-ാം സ്ഥാനോ ചൈന വഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിലും ശക്തിയുള്ള ആണവായുധമുണ്ട്. ഇത് അമേരിക്കക്ക് എല്ലാ കാലത്തും തലവേദനയാണ്. ഇപ്പൊ തന്നെ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഭയപ്പെടുന്നത് ഇറാന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്നതിനാലാണ്. അപ്പോൾ വലിയ രീതിയിലൊരു ആക്രമണം നടത്താനൊന്നും ഇസ്രായേൽ തയ്യാറാവാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ കൈവശത്തിലുള്ള ആണവായുധം ഏത് തരത്തിൽ ഉപയോഗിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇറാൻ എന്ന് പറഞ്ഞാൽ വിശാലമായിരിക്കുന്ന വലിയ രാജ്യമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്റ്റേറ്റ് പോലെയുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ എളുപ്പത്തിൽ സാധിക്കും. ഇറാൻ ആക്രമിക്കാൻ അത്ര എളുപ്പത്തിൽ ഇസ്രായേലിന് സാധിക്കുകയില്ല. ഇപ്പോഴത്തെ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ചൈനയുടെ ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ തന്നെ പുറത്തു പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം, ചൈനയുമായിട്ട് ഈ അമേരിക്കയുടെ ബന്ധം തായ്വാൻ വിഷയത്തിൽ ഉടക്കി നിൽക്കുകയാണ്. തായ്വാൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ആ പ്രദേശം ചൈനയുടെ ഭാഗമാണ് എന്ന് എല്ലാ കാലത്തും ചൈന പറയുന്നതാണ്. എന്നാൽ അത് സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. അവർ ചൈനയുമായിട്ട് ബന്ധമില്ല, അവർ വേറെ തന്നെയാണ് തായ്വാനെ തങ്ങൾ കാണുന്നത് എന്ന് അമേരിക്ക പറയുകയും ഈ തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി വലിയ സഹായങ്ങളെല്ലാം എല്ലാ കാലത്തും അമേരിക്ക ചെയ്തു വരികയും ചെയ്യുന്നു. അപ്പൊ ചൈനയുടെ നയ നിലപാടുകൾക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യവുമായി തങ്ങളൊരു കരാറിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അത്ര സുഖകരമായിരിക്കുന്ന കാര്യമല്ല എന്നുള്ളതും അത് അത്ര പെട്ടെന്നൊന്നും രാജ്യം അംഗീകരിക്കുകയില്ല എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ്. ഇനി റഷ്യയിലേക്ക് വരുന്ന സമയത്ത് റഷ്യയുമായിട്ട് നല്ല സൗഹൃദ ബന്ധം അല്ലെങ്കിൽ ആയുധ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധം നിലനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നത്. ഉക്രൈൻ റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായ സമയത്ത് നിഷ്പക്ഷത പാലിക്കേണ്ട അമേരിക്ക അവിടെ ഉക്രൈനെ ആയുധമായും സായുധമായും സഹായിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ശക്തി കൊണ്ടും അമേരിക്കയുടെ ബലം കൊണ്ടും ആയുധം കൊണ്ടുമാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം റഷ്യ ആക്രമിക്കുന്നത്. അത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. അപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും അമേരിക്കയുടെ സഹായവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സമയത്ത് ഈ ആണവായുധ കരാറിന്റെ സമാധാനപരമായിരിക്കുന്ന ശ്രമവുമായി ബന്ധപ്പെട്ട് പുടിൻ ട്രംപുമായിട്ട് ഒരു ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ റഷ്യൻ പത്രങ്ങൾ എഴുതുന്നത് നോക്കുന്ന സമയത്ത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ രാഷ്ട്രങ്ങളുടെ വിഷയങ്ങൾ അതിൽ അമേരിക്ക ഇടപെടുന്ന തെറ്റായിരിക്കുന്ന പ്രവർത്തികൾ ഒഴിവാക്കുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കരാർ വ്യവസ്ഥ ചൈനയും റഷ്യയും അമേരിക്കയുമായിട്ടുള്ള ഒരു ആയുധ സംബന്ധമായിരിക്കും അല്ലെ സമാധാനപരമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ നിലനിൽക്കൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും പ്രാധാന്യമുണ്ടാവും എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ ട്രംപ് പറയും. ആ പറയുന്നതിന്റെ ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, തങ്ങളുടെ നിലപാടിനനുസരിച്ച് അല്ലെ ഇത്തരം സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനത്തെ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെങ്കിൽ തങ്ങൾ എന്ത് ചെയ്യും? ഇറക്കുമതി ചുങ്കം കൂട്ടുകയും ആരോഗ്യ സാമൂഹ്യ മേഖലകളിലേക്ക് വർഷാന്തം തങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ നീക്കിവെക്കുന്ന പണം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ഇല്ലാതാക്കുകയും ചെയ്യും.
അപ്പോൾ ഇറക്കുമതി എന്ന് പറഞ്ഞാൽ ചൈനയുടെ വിപണി എന്ന് പറഞ്ഞാൽ ലോക വിപണിയായിട്ടാണ് കണക്കാക്കുന്നത്. ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു പോകുന്ന രാജ്യങ്ങളിലൊന്ന് അമേരിക്കയാണ് എന്നും പറയുന്നു. അപ്പോൾ അത്രയും കയറ്റുമതികൾ നടക്കുന്നു. ചൈനയുടെ നിർമ്മിതമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും, അത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നൊക്കെ അതിൽ പരാമർശത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും വസ്തുക്കൾ നിത്യേന ലോഡ് കണക്കിന് കപ്പലുകൾ, നൂറുകണക്കിന് കപ്പലുകൾ എന്നൊക്കെ അതിൽ കാണാൻ പറ്റും. അത്ര കപ്പലുകളിലും വിമാനമാർഗത്തിലും ഒക്കെ യഥാർത്ഥത്തിൽ മറ്റ് ലോക രാജ്യങ്ങളിലേക്ക് എത്തുന്നു. തങ്ങളുടെ രാജ്യത്തിലേക്ക് എത്തുന്ന ഇത്തരം ഇറക്കുമതി വസ്തുക്കളും തങ്ങൾക്ക് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ തങ്ങളോടൊപ്പം നിൽക്കുന്ന സഖ്യ രാജ്യങ്ങളിലേക്ക് എത്തുന്ന വസ്തുക്കൾക്കും തങ്ങൾ ഇറക്കുമതി ചുങ്കം വലിയ തോതിൽ ഏർപ്പെടുത്തും. ഇപ്പം നിലവിലുള്ളതിനേക്കാണ് 25% എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയപ്പെട്ട സമാധാന കരാർ വ്യവസ്ഥയുമായിട്ട് തങ്ങളോട് സഹകരിക്കണം. ഇതാണ് അവർ പറയുന്ന കാര്യം. രണ്ടാമത്, ചൈനക്കും റഷ്യക്കും തങ്ങൾ നൽകുന്ന ആരോഗ്യപരമായിരിക്കുന്ന സഹായം മില്യൺ കണക്കിനാണ് വർഷാന്തം തങ്ങൾ നൽകി വരുന്നത്. തങ്ങൾ അത് നിർത്തലാക്കും. പിന്നെ സാമൂഹ്യ മേഖലയ്ക്ക് പ്രത്യേകപരമായിരിക്കുന്ന സാമ്പത്തിക സഹായം വേറെയും നൽകാറുണ്ട്. അതും തങ്ങൾ നിർത്തലാക്കും. പിന്നെ അതോടനുബന്ധിച്ച് തന്നെ ഈ രാജ്യത്തിൽ നിന്ന്, അത് അമേരിക്കയിൽ നിന്ന് ആ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് തങ്ങൾ തടയുകയും ചെയ്യും. അപ്പോൾ ഈ മേഖലയെല്ലാം പൂട്ടുന്നതോടുകൂടി ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക മേഖല തകർന്നു പോകുമെന്ന കാര്യത്തിലും അവരുടെ സാമൂഹിക ആരോഗ്യ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടാകും എന്നുള്ളതും വളരെ കൃത്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത്തരം ഒരു സമാധാനമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. അതിന്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ഉക്രൈനുമായിട്ടുള്ള യുദ്ധം റഷ്യ അവസാനിപ്പിക്കണം. അതിന് വിട്ടുവീഴ്ച സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെ ആ സമയത്ത് അവിടെ ഏകദേശം സമാധാനപരമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കണം. അതോടൊപ്പം തന്നെ ചൈന വലിയ രീതിയിലുള്ള ഇടപെടലുകൾ അറേബ്യൻ രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ മേഖലയിലൂടെ കാണുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഫലസ്തീനിലെ ഹമാസിന്റെ ആളുകളുമായി ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഒരു ചർച്ച നടത്തി. ഈ ചർച്ച എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രത്തിന്റെ, അതും ചൈന പോലെയുള്ള വലിയ സൈനിക ശക്തിയും ഫലവുമുള്ള ലോകം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾ ഹമാസ് പോലെയുള്ള ഈ ഗസയുടെ ഭാഗങ്ങളിൽ മാത്രമുള്ള ഒരു സൈനിക ട്രൂപ്പ് അയക്കുന്ന വിഭാഗവുമായി പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ വിഷയകാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേദി ഉണ്ടാക്കിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് വലിയ രീതിയിലുള്ള ചർച്ചയും വലിയ രീതിയിലുള്ള വിവാദവുമായിരുന്നു. അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രങ്ങളെല്ലാം ഇതിനെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ടത്. അതിന് രണ്ട് ഭാഗങ്ങൾ പറയുന്നുണ്ട്. അറബ് രാജ്യങ്ങൾ ഒരിക്കലും ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യവുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾ അല്ലായിരുന്നു. പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന വലിയ വൈരുദ്ധ്യം ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും തമ്മിൽ ഉണ്ട് എന്നതിനാൽ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ചൈനയെ ഒരു സംഘകക്ഷിയായിട്ടോ അല്ലെങ്കിൽ ഒരു സൗഹൃദ രാഷ്ട്രമായിട്ടോ അറബ് രാജ്യങ്ങൾ കണ്ടിട്ടില്ല. ഇറാഖ് അമേരിക്ക യുദ്ധത്തോടനുബന്ധിച്ചാണ് തങ്ങളെ 100% അമേരിക്ക വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ അവർ തങ്ങളെ കൈമലർത്തും അല്ലെങ്കിൽ കൈ ഒയ്യും എന്നവർക്ക് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറെക്കുറെ റഷ്യയുമായും ചൈനയുമായിട്ടും ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് റഷ്യയും ഉക്രൈനും യുദ്ധം അല്ല, പാലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണ്. അത്രയും വലിയ സൈനിക ശക്തിയുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു സംഘം സൈനിക വിഭാഗം പ്രതിരോധിക്കുന്ന അതിതീക്ഷ്ണമായിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ രീതികൾ ലോകത്തിന് ഇതുവരെ പരിചയമില്ലാത്തതാണ്. അത് ആ യുദ്ധത്തിന്റെ രീതികളും അല്ലെങ്കിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയമായിരിക്കുന്ന വിഷയത്തിലും 100% അറബ് രാജ്യങ്ങൾ സംഘടിച്ച് ഏകോപനത്തോടു കൂടി ഒരേ അഭിപ്രായം പറയുന്നവരാണ്. ഈ അഭിപ്രായം പറയുന്ന ആ വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ കിട്ടിയ അവസരം ചൈന അത് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിലുണ്ടായിരുന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന സംഘർഷാവസ്ഥ പരിഹരിച്ചത് ചൈന ഇടപെട്ടുകൊണ്ടാണ്. ഈ ചൈനയുടെ വരവ്, അറേബ്യൻ രാജ്യങ്ങളുടെ വരവ് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക. അതുകൊണ്ട് ചൈനയുമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളത്, അല്ല അകന്നു നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ എന്നതുകൂടി അമേരിക്ക ഇതിൻ്റെ ഇടയിൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തന്ത്രം കൂടി യഥാർത്ഥത്തിൽ അവരുടെ കൈവശത്തിലുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്
ചൈന ഒരു കാര്യം പറഞ്ഞു, തങ്ങൾ ഈ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടണമെങ്കിൽ തങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുന്ന അമേരിക്ക നിർത്തണം. അതിൽ തായ്വാന്റെ പേര് പറഞ്ഞു. തായ്വാൻ ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭാഗമാണ്, അതിൽ അമേരിക്ക ഇടപെടാൻ പാടില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ ഒഴിവാക്കിയിട്ട് ഒരു ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അതും വലിയ പ്രയാസമാണ്. ഉക്രൈൻ അതേപോലെ തന്നെ റഷ്യ മറ്റൊരു നിലപാട് പറഞ്ഞു, ഉക്രൈൻ വിഷയത്തിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല. അമേരിക്ക ഇടപെടാതിരുന്നാൽ ഉക്രൈൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തന്നെ കീഴടക്കാൻ വേണ്ടി വല്ലാത്ത സമയങ്ങളൊന്നും യഥാർത്ഥത്തിൽ റഷ്യക്ക് വേണ്ടി വരില്ല എന്നുള്ളത് റഷ്യ കൃത്യമായിട്ട് അറിയാം, അത് അമേരിക്കക്കും അറിയാം. ഇങ്ങനെ ഇവർ തമ്മിലുള്ള ചർച്ച, റഷ്യയും ചൈനയുമായിട്ടുള്ള ട്രംപിന്റെ ചർച്ച, അത് യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയ സംശയം തന്നെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്.